I can, I will, I shall, I may, I have, I am. കുറച്ച് ഫ്രേസസ് ആണല്ലോ കൊടുത്തിട്ടുള്ളത്, പ്രസന്റ് ടെൻസിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഐ ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം ചെയ്യാൻ കഴിയും, എൻ്റെ ഒരു എബിലിറ്റി ആണ് കാണിക്കുന്നത്. സോ ഐ ക്യാൻ എന്നുള്ളതിന്റെ പാസ്റ്റ് ഐ കുഡ് എന്നാണ്. ഐ കുഡ്, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാണ് കാണിക്കുന്നത്. ഐ കുഡ്. ഐ ക്യാൻ്റെ പാസ്റ്റ് ഐ കുഡ്. ഐ വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ നമ്മളൊരു ഫ്യൂച്ചർ ഇന്റൻഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നാളെ അങ്ങനെ ഒരു കാര്യം ചെയ്യും, ഐ വിൽ ഗോ ദെയർ, ഞാൻ അവിടെ പോകും എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാളെ ഒരു കാര്യം ചെയ്യും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു കാര്യം ചെയ്യും എന്ന് കാണിക്കാനാണ് നമ്മൾ വിൽ യൂസ് ചെയ്യുന്നത്. വില്ലിന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് വുഡ് ആണ്. അപ്പോൾ ഐ വില്ലിന്റെ പാസ്റ്റ് ഐ വുഡ്. ഐ വുഡ്. ഐ ഷാൽ. ഷാൽ എന്ന് പറയുന്നത് ഒരു സജഷൻ പോലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇത് ചെയ്യാം, ഐ ഷാൽ ഡു ദാറ്റ്, ഞാൻ ഇത് ചെയ്യണം, ഒരു സജഷൻ പോലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഷാൽ യൂസ് ചെയ്യുന്നത്. ഷാലിന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് ഷുഡ് ആണ്. ഐ ഷുഡ്. ഐ മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ഇങ്ങനെ കാര്യം ചെയ്തോട്ടെ, പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടും ഒരു പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഐ മേ കം, ഞാൻ വരാൻ സാധ്യതയുണ്ട്, ഒരു പോസിബിലിറ്റി കാണിക്കുകയാണ്. അതുപോലെ മേ കം എന്ന് ചോദിക്കൂല്ലേ നമ്മൾ, അപ്പം എന്താ മേന്റെ മീനിങ്? ഞാൻ ഒരു കാര്യം ചെയ്തോട്ടെ എന്ന് പെർമിഷൻ ചോദിക്കണം. അപ്പം മേ പെർമിഷൻ ചോദിക്കാനായാലും അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഒരു പോസിബിലിറ്റി കാണിക്കാനാണെങ്കിലും നമ്മൾ മേ യൂസ് ചെയ്യും. മേയിൻ്റെ പാസ്റ്റ് എന്താ? മൈറ്റ് ആണ്. അപ്പം ഐ മേ, ഐ മൈറ്റ്, ഞാൻ ഇങ്ങനെ ചെയ്തേക്കാം എന്നാണ് പറയുന്നത്. ഐ മൈറ്റ്. ഐ ഹാവ്. ഹാവ് പൊതുവെ ഒരു ഓക്സിലറി വേർബ്, ഒരു ഹെൽപ്പിംഗ് വേർബായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് കൂടാതെ എന്തെങ്കിലും ഒരു പൊസിഷൻ കാണിക്കാനും യൂസ് ചെയ്യും. ഇപ്പം എന്താ പറയുക, നമുക്കൊരു സാധനം ഉണ്ട്, എൻ്റെ കയ്യിലൊരു കാര്യം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഐ ഹാവ് എ കാർ. ഒരു കാർ ഞാൻ പൊസസ് ചെയ്യുന്നുണ്ട്, എനിക്കൊരു കാർ ഉണ്ട് സ്വന്തമായിട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്കൊരു പെറ്റ് ഉണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഐ ഹാവ് യൂസ് ചെയ്യാം. എനിക്കൊരു കാര്യം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഹാവിൻ്റെ പാസ്റ്റ് വരുന്നത് ഐ ഹാഡ് എന്നാ. ഐ ഹാഡ്. ആം എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞ ഒരു വേർഡിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫോമാണ്. ബീയിങ് മൈസെൽഫ് എന്നൊക്കെ പറയില്ലേ, ജസ്റ്റ് ബീയിങ് എന്നുള്ള ഒരു വേർഡിൻ്റെ ഡിഫറെൻറ്റ് ഫോമാണ് ആം. ഇതും ഞാൻ ഒരു കാര്യം ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആം അവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഹോംവർക്ക് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ഐ എം ഡൂയിങ് മൈ ഹോംവർക്ക്. അപ്പോൾ നമ്മൾ ആം അവിടെ യൂസ് ചെയ്യും. ഞാൻ ഒരു കാര്യം ചെയ്യുകയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആം യൂസ് ചെയ്യും. മറ്റ് പല കോണ്ടെക്സ്റ്റിലും ആം യൂസ് ചെയ്യും. ഇതും അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ആമിൻ്റെ പാസ്റ്റ് വരുന്നത് ഐ വാസ്. ഞാൻ ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഐ വാസ് യൂസ് ചെയ്യാം. ഇതുപോലെ ഈസി ആയിട്ട് നിങ്ങൾക്കും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. വേർഡ്സിന്റെ പ്രസന്റും പാസ്റ്റും ഫോംസ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഏത് സിറ്റുവേഷൻസിൽ ഏതൊക്കെ സെന്റൻസിന്റെ കൂടെ ആഡ് ചെയ്ത് പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ നിങ്ങൾക്കും ഒരു 24/7 അവൈലബിൾ ആയിട്ടുള്ള ട്രെയിനേഴ്സിന്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാം. അത്തരത്തിലാണ് ഞങ്ങൾ ഇംഗ്ലീഷ് മിത്രയിൽ നിങ്ങൾക്ക് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു. English Mitra. Stop worrying, start learning.